ചെങ്കോട്ട സ്ഫോടനത്തിൽ മരണസംഖ്യ ഉയരുകയാണ്. ഇതുവരെ 13 പേർ മരിച്ചതായാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കൊല്ലപ്പെട്ടവരിൽ 7 പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു. 6 മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറി. ഇനിയുള്ള ചിന്നിച്ചിതറിയ മൃതദേഹങ്ങൾ തിരിച്ചറിയാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഡൽഹിയിലേത് ഒരു ചാവേർ ആക്രമണം എന്നാണ് പോലീസ് പറയുന്നത്. സ്ഫോടനം നടന്ന സ്ഥലത്ത് നിന്ന് ലഭിച്ച അമോണിയം നൈട്രേറ്റ് ഇതിൻ്റെ സൂചനയാണെന്നും പോലീസ് പറയുന്നു. എന്നാൽ ഇതിൽ ഇനിയും കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ഫരീദാബാദിൽ സ്ഫോടന വസ്തുക്കൾ കണ്ടെത്തിയ സംഭവവുമായി ബന്ധമുണ്ടെന്ന് കരുതുന്ന ഉമർ മുഹമ്മദാണ് ചെങ്കോട്ട സ്ഫോടനത്തിൻ്റെ മുഖ്യ സൂത്രധാരനെന്നാണ് പോലീസ് പറയുന്നത്. സ്ഫോടനം നടന്ന കാറിൽ ഉണ്ടായിരുന്ന ഇയാൾ കൊല്ലപ്പെട്ടതായി പോലീസ് സംശയിക്കുന്നുണ്ട്. ഉമർ മുഹമ്മദിൻ്റെ അമ്മയെയും സഹോദരങ്ങളെയും അടക്കം 6 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ജമ്മു കാശ്മീരിലെ വസതിയിൽ നിന്നാണ് അമ്മയെയും സഹോദരങ്ങളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഉമറിൻ്റെ സഹോദരങ്ങളായ ആഷിഖ് അഹമ്മദ്, സഹൂർ അഹമ്മദ്, മാതാവ് ഷമീമ ബാനോ എന്നിവരെ കൂടാതെ ഒരു പ്ലംബറായി ജോലി നോക്കുന്ന ആമിർ റാഷിദ് മീർ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായ ഉമർ റാഷിദ് മീർ, ബാങ്കിൽ സെക്യൂരിറ്റി ജീവനക്കാരനായ താരിഖ് മാലിക് എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. മറ്റ് 3 പേർക്ക് ഉമറുമായുള്ള ബന്ധം വ്യക്തമല്ല. ഇപ്പോഴും ചില പ്രത്യേകതരം ആളുകൾ ആരോപിക്കുന്നത് ഇത് രാഷ്ട്രീയ നേട്ടത്തിനായി ചെയ്യുന്ന ആസൂത്രിതമായ ഒരു സ്ഫോടനം ആണെന്നാണ്. രാജ്യത്ത് ഒരു തീവ്രവാദ ആക്രമണം ഉണ്ടാകുമ്പോൾ ഒറ്റക്കെട്ടായി രാജ്യത്തിനൊപ്പം നിൽക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ആ സമയത്ത് മതവും ജാതിയും രാഷ്ട്രീയവും നോക്കി പക്ഷം പിടിക്കുന്നത് ശരിയല്ല. തീവ്രവാദത്തിന് മതമില്ല എന്ന് പറയുന്നവർ ഇത് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ അറസ്റ്റിലായവരെല്ലാവരും ഒരേ മതവിഭാഗത്തിൽപ്പെട്ടവരാണ്. വിദ്യാഭ്യാസമില്ലായ്മ, ദാരിദ്ര്യം ഒക്കെയാണ് പലപ്പോഴും തീവ്രവാദത്തിലേക്ക് തിരിയാൻ കാരണമാകുന്നത് എന്ന വാദവും തെറ്റാണ്. ചാവേർ ആക്രമണം നടത്തിയവർ നല്ല സാമ്പത്തിക ചുറ്റുപാടുള്ളവരും ഉന്നത വിദ്യാഭ്യാസം ലഭിച്ചവരുമാണ്. അതേപോലെ എല്ലാം ചെയ്യുന്നത് നമ്മുടെ ശത്രുരാജ്യമായ പാകിസ്ഥാൻ മാത്രമല്ല. നമ്മുടെ രാജ്യവും തീവ്രവാദത്തിൻ്റെ വിത്തുകൾ മുളപ്പിച്ചിട്ടുണ്ട്. അത് വളരുന്നുമുണ്ട്. ഇവിടെ ജനിച്ചു വളർന്നവരും ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. ആഭ്യന്തര സുരക്ഷ ശക്തിപ്പെടുത്താൻ സർക്കാർ ഇനിയും മെച്ചപ്പെട്ട പല മാർഗങ്ങളും കണ്ടെത്തേണ്ടതുണ്ട്. മതപഠന കേന്ദ്രങ്ങളിൽ എന്താണ് പഠിപ്പിക്കുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കണം. സർക്കാരിൻ്റെ നിബന്ധനകൾ അനുസരിക്കാൻ അവർ കൂടി ബാധ്യസ്ഥരാകണം. രാജ്യത്തിനെതിരെ നിൽക്കുന്നവരെ ശക്തമായി തന്നെ നേരിടണം. രാജ്യം കഴിഞ്ഞേ മതവും രാഷ്ട്രീയവും വരുന്നുള്ളൂ. ലോകത്ത് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന രാജ്യങ്ങളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സമാധാനത്തോടെ ജീവിക്കാനുള്ള സാഹചര്യം നമുക്ക് ഉണ്ടാകണം. ഇന്ത്യ പോലെ ഒരു വലിയ രാജ്യത്ത് ഇത്തരം ഭീഷണികൾ നേരിടാൻ സർക്കാരിന് പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ പൗരനും സ്വന്തം ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിറവേറ്റണം. സ്വാഭാവികമായും ഇതിലേക്ക് കേരളത്തിൻ്റെ പേരും വന്നു ചേരും. സ്ഫോടനം നടന്ന ഉടനെ കേരളത്തിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയത് ആ ഒരു കാരണത്താലായിരിക്കാം. ലോകത്തുള്ള പല അന്തർദേശീയ തീവ്രവാദ പ്രസ്ഥാനങ്ങളെയും അനുകൂലിക്കുന്നവരും നമ്മുടെ ഈ സംസ്ഥാനത്തുണ്ട്. ഈ സ്ഫോടനം നടക്കുന്നതിന് മുന്നേ നടത്തിയ റെയ്ഡുകളിൽ പിടിയിലായതിൽ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഉണ്ടായിരുന്നു. 7 പേർ പിടിയിലായതിൽ 4 പേർ ഡോക്ടർമാരും 3 പേർ എഞ്ചിനീയർമാരുമാണ്. അതിനുള്ള ഒരു പ്രതികാരം കൂടിയാകാം ഇന്നലത്തെ ഡൽഹിയിലെ സ്ഫോടനം.